ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെയാണ് ഞങ്ങൾ മലയാറ്റൂർ എത്തി. ഇപ്പം രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 മണി വരെയാണ് ടൈം തന്നിരിക്കുന്നത്. അപ്പം 3 മണിയോടുകൂടി നമ്മൾ തിരിച്ച് വണ്ടിയിലെത്തണം. അപ്പം അങ്ങനെ ഞങ്ങൾ മുത്തപ്പനെ കാണാനായിട്ട് മല കയറുകയാണ്. അപ്പം കഴിഞ്ഞ വർഷം എനിക്ക് പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു. അതിന് മുമ്പത്തെ വർഷം വരെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് പേര് മുന്നേ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ മുന്നേ പോകുന്ന അമ്മച്ചി ആദ്യം വണ്ടിയിലിരിക്കുന്നേ ഉള്ളൂ. കുഞ്ഞ് ഞങ്ങളുടെ കൂടെ കയറി വരിക, അമ്മച്ചി വണ്ടിയിലിരുന്നോളാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ വന്നപ്പോൾ അമ്മച്ചിക്ക് ഒരാഗ്രഹം, അമ്മച്ചിക്കും വരണമെന്ന്. അങ്ങനെ അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ മല കയറാൻ തുടങ്ങിയാണ്. സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്നാണ് തുടക്കം, മലയുടെ കയറ്റം. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം മുന്നേ പോയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നാമത്തെ കുരിശിൻ്റെ അടുത്തെത്തി. അവിടെ ഞങ്ങൾ തിരിയെല്ലാം കത്തിച്ച് നേർച്ചയൊക്കെ ഇട്ട് നമ്മൾ പിന്നെ അവിടെ ഇരിക്കുകയൊന്നും ചെയ്തില്ല. കാരണം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ക്ഷീണം വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ഇരുന്നില്ല. കുഞ്ഞുങ്ങളാണേലും അവർക്കൊരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കയറിയപ്പോഴത്തേക്കിന്. പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ സ്മൂത്തായിട്ട് അങ്ങ് കയറി പോകാൻ പറ്റി. ഞങ്ങളെല്ലാം ക്ഷീണിച്ച് കണ്ടുപിടിക്കുകയാണ്. പൊന്മലകയറ്റം. ചങ്ങനാശ്ശേരിയിൽ നിന്നിരിക്കുന്ന ശ്രീജയെ കാത്ത് അമ്മ ജയലക്ഷ്മി താഴെ മലയൊരു ഭാഗത്തുള്ള നാലെണ്ണം ഉണ്ടല്ലേ. ഇപ്പൊ 8ാമത്തെ 9, 10 9 വരെ എത്തി. പതിനൊന്ന്. പൊന്മലകയറ്റം. അങ്ങനെ ഞങ്ങൾ 1 മണിയോടുകൂടി മുകളിലെത്തി. 12 മണിക്കാണ് നമ്മൾ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. 12 മണി കഴിഞ്ഞു. 12 ഒരു 10 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 മണി ആയപ്പോഴത്തേനും മുകളിലെത്തി. നേർച്ചയൊക്കെ ഇടാനായിട്ട് ഇനി കയറിയേക്കുവാണ്. നേർച്ചയൊക്കെ ഇട്ടിട്ട് വരാം.
പള്ളി കയറിയിട്ട് അവിടെ പള്ളിയുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും നേർച്ച ഇട്ടിനി ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ മലയിറങ്ങുകയാണ്. പെതുക്കെ നീ മുന്നോട്ട് വീടരുത്. ഇവിടെ നല്ല ദാണ്ട അവരെല്ലാം ഇരിക്കുന്നടാ. ദാണ്ട ഞങ്ങൾ 1 മണിയായപ്പോൾ മുകളിലെത്തി. എല്ലാ പള്ളിയിലും കയറി നേർച്ചയിട്ടു. പിന്നെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നമ്മൾ താഴോട്ടിറങ്ങുന്നതിന് മുമ്പേ പള്ളിയിൽ അവിടെ നമ്മൾ ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാനായിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ വീണ്ടും ഇറങ്ങാനിറങ്ങി. കാരണം 3 മണിയാകുമ്പോഴത്തേന് 1:05 ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ താഴോട്ടിറങ്ങിയപ്പോഴത്തേക്കിന് സമയമെടുത്തു. താഴോട്ടിറങ്ങുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കയറ്റം അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഇത്രയും കൂടെ ഇറങ്ങാം. നമ്മൾ രക്ഷ ഇട്ടുകൊണ്ട് ഇത്രയും കൂടെ ഇറക്കാം. ഇത്രയും കൂടെ ഇറങ്ങണം. അങ്ങനെ നമ്മൾ മല ഇറങ്ങി നിരപ്പായുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. 3:15 ഞങ്ങൾ താഴെ എത്തി. അപ്പോഴത്തേന് എല്ലാവരും താഴെ വന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ആരും നമ്മളെ ഫോൺ വിളിച്ച് എളുപ്പം വേണമെന്നും ധൃതി വെപ്പിച്ചില്ല. അങ്ങനെ ഞങ്ങൾ താഴെ വന്ന് പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങളുടെ മലയാറ്റൂർ യാത്ര എത്ര ശുഭമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പം സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത്